തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിനാണ് രാഹുൽ ഈശ്വർ പരാതി കൈമാറിയിരിക്കുന്നത്. തന്നെ മനഃപൂർവ്വം വേട്ടയാടാനാണ് അതിജീവിത ശ്രമിക്കുന്നതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പരാതിയിൽ ആരോപിക്കുന്നു. മാധ്യമ ശ്രദ്ധ നേടാനും തന്നെ അപകീർത്തിപ്പെടുത്താനുമാണ് ഈ നീക്കമെന്നാണ് രാഹുലിന്റെ വാദം. അതിജീവിതയുടെ ഭർത്താവ് തന്നെ നേരിട്ട് വിളിച്ചു നടത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ വീഡിയോ ചെയ്തതെന്ന് രാഹുൽ ഈശ്വർ പരാതിയിൽ വ്യക്തമാക്കുന്നു. പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശം മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ കൈവശമുണ്ടെന്ന് രാഹുൽ അവകാശപ്പെടുന്നു. തെറ്റായ പരാതി നൽകി തന്നെ ബുദ്ധിമുട്ടിച്ച അതിജീവിതയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സൈബർ പോലീസിന് നൽകിയ പരാതിയിലെ പ്രധാന ആവശ്യം. യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ നേരത്തെ അറസ്റ്റിലാവുകയും 16 ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ലഭിച്ച ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നും വീഡിയോ ചെയ്യരുതെന്ന് കോടതി തന്നോട് നിർദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പരാതിയിൽ സൂചിപ്പിക്കുന്നു. അതേസമയം രാഹുൽ ഈശ്വറിനെതിരെ അതിജീവിതയും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്നും ഇത് തന്നെ അന്തസ്സിനെ ബാധിക്കുന്നുവെന്നും കാട്ടി അവർ നേരത്തെ പരാതി നൽകിയിരുന്നു. രാഹുൽ ഈശ്വറിന് കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാണ് അതിജീവിതയുടെ പ്രധാന ആവശ്യം. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും സമാനമായ രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ ആരോപിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്ക് ലഭിച്ച പരാതി ഇപ്പോൾ സൈബർ പോലീസിന്റെ പരിഗണനയിലാണ്. രാഹുൽ ഈശ്വർ കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരാതി നൽകിയ യുവതിയെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നതായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെയുള്ള ആദ്യ കേസ്. നവംബർ 30-നാണ് ഈ കേസിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിന് പിന്നാലെ തിരുവനന്തപുരം ACJM കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും അന്വേഷണത്തുള്ള അദ്ദേഹത്തിന്റെ നിസ്സഹരണവും പരിഗണിച്ചായിരുന്നു അന്ന് കോടതി കർശന നിലപാട് സ്വീകരിച്ചത്. കോടതിയിൽ ജാമ്യത്തിനായി വാദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ അറിയിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച തടസ്സവാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ ജയിലിനുള്ളിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്നും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നുമാണ് അദ്ദേഹം അന്ന് ഉന്നയിച്ച ആക്ഷേപം. 16 ദിവസത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് രാഹുലിന് പുറത്തിറങ്ങാൻ സാധിച്ചത്. എന്നാൽ പുറത്തിറങ്ങിയ ശേഷവും അദ്ദേഹം അതിജീവിതയെക്കുറിച്ചുള്ള വീഡിയോകൾ തുടർന്നതാണ് വീണ്ടും നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്ന ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ എന്ന വാദം അന്വേഷണത്തിൽ നിർണായകമാകും. ഇത് സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സൈബർ നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇരു വിഭാഗവും പരാതികൾ നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഗൗരവകരമായ കുറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതിയിൽ നിന്ന് തുടങ്ങിയ വിവാദങ്ങൾ ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള നിയമയുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട്. പോലീസിന്റെ സൈബർ വിംഗ് വീഡിയോകളുടെ ഫോറൻസിക് പരിശോധന നടത്തും. ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി നൽകിയ വാക്കാലുള്ള നിർദ്ദേശങ്ങളും രേഖാമൂലമുള്ള വ്യവസ്ഥകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരിക്ക് സംരക്ഷണം നൽകണമെന്നും അപവാദ പ്രചരണങ്ങൾ തടയണമെന്നും ആവശ്യപ്പെട്ട വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ഈ വിഷയം സജീവമാണ്. തന്റെ ഭാഗം ന്യായമാണെന്നും കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നുമാണ് രാഹുൽ ഈശ്വർ തന്റെ സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും അദ്ദേഹം സൂചന നൽകുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കുക. കേസ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി സൈബർ പോലീസ് അടുത്തയാഴ്ച രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കും. കേരളത്തിലെ നിയമരാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ പോരാട്ടം എങ്ങോട്ട് നീങ്ങുമെന്നത് വലിയ ചർച്ചാ വിഷയമായി തുടരുന്നുണ്ട്. 2 പരാതികളിലും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്.